നമസ്കാരം. സ്ത്രീ അധിക്ഷേപത്തിന്റെ പുരുഷാഘോഷങ്ങളായിരുന്നു ഇത്തവണ UDF-ലെ ഒരു വിഭാഗം ആണുങ്ങളുടെ പ്രചാരണ ഘോഷങ്ങൾ. നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പണ്ടൊക്കെ CPM-നെതിരെ ഉയരാറുള്ള ആക്ഷേപങ്ങൾ ഇത്തവണ അപ്പുറത്താണ്. UDF അത് വലിയ മേന്മയായി കൊണ്ടു നടക്കുന്നു എന്ന് വേണം കരുതാൻ. അതിൽ ഏറ്റവും ഒടുവിലാണ് സുധാകരൻ CS സുജാതയ്ക്കെതിരെ ഉയർത്തിയ അധിക്ഷേപങ്ങൾ നാട് ചർച്ച ചെയ്യുന്നത്. നായർ സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാൻ മുല്ലപ്പൂച്ചൂടി തുളസിക്കതിരും വെച്ച് CS സുജാത നടക്കുകയാണ് വോട്ട് പിടിക്കാൻ എന്നാണ് സുധാകരന്റെ ആക്ഷേപം. അപ്പൊ രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ, VD സതീശനെ പോലെയൊക്കെയുള്ളവർ ചോദിക്കുന്നു, അതിലെന്താണ് ആക്ഷേപം, അധിക്ഷേപം, അത് നല്ലതല്ലേ എന്ന്, പൂ ചൂടുന്ന കാര്യമൊക്കെയല്ലേ പറയുന്നത് എന്ന്. മറ്റു ചിലർ ചോദിക്കുന്ന മേൽജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അധിക്ഷേപമാകുമോ എന്നുള്ള ചോദ്യവും ഉണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ജാതി അധിക്ഷേപം എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുള്ളതാണ് അത്തരം സംശയങ്ങൾ. ചിലർ തിരിച്ചറിഞ്ഞിട്ടും രാഷ്ട്രീയമായി അതിനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. അയിത്തജാതിക്കാരായി കരുതിയിരുന്നവരെ പോലും, അവരെ മനുഷ്യനായി പോലും കണക്കാക്കാത്ത മനുവാദ ചിന്ത ഉൾക്കൊള്ളുന്ന വ്യവസ്ഥയിൽ നിന്നാണ് ദളിത് ജാതി വിളികൾ അധിക്ഷേപമായി മാറുന്നത്. അത് അവരെ മോശക്കാരാക്കാൻ വേണ്ടി വിളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അധിക്ഷേപമായി മാറുന്നത്. അവരനുഭവിച്ച ഭൂതകാലത്തെ വലിയ ജീവിതാനുഭവങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണല്ലോ അത്. ഒരു മനുഷ്യനെ അവർ ജനിച്ചു വീണ ജാതിയുടെ പേരിൽ അധിക്ഷേപകരമായി ആക്ഷേപിക്കാൻ ആ ജാതി പേര് ഉപയോഗിച്ച് വിളിച്ചാൽ അത് തന്നെയാണ് ജാതി അധിക്ഷേപം. അവിടെ എങ്ങനെയാണ് CS സുജാത ചൂടിയ മുല്ലപ്പൂവും തുളസിക്കതിരും പ്രശ്നമാകുന്നത് എന്നറിയാൻ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ നായർ സ്ത്രീകൾ അനുഭവിച്ച ദുരിത ജീവിത പർവ്വം ഭൂതകാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട വരേണ്യരുടെ സംബന്ധത്തിന് ഇരയായി ജീവിതം കട്ടപ്പുകയായ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പ് ചരിത്രത്തിൽ കാണാം. അത് PK ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥാന്വേഷണം മുതൽ മന്നത്ത് പത്മനാഭന്റെ പോരാട്ടം വരെ നീളുന്ന ചരിത്രമാണ്. നമ്പൂതിരി സമുദായത്തിലെ പുരുഷന്മാരുടെ സ്ത്രീകളുമായുള്ള സംബന്ധ കഥ, അവിടെ ഒരു അടിമയെപ്പോലെ നിന്നുകൊടുക്കേണ്ട സ്ത്രീകളുടെ അവസ്ഥ, രാത്രിയാവുമ്പോൾ പുറത്തിറങ്ങി നടക്കുന്നവർ, നായർ വീടുകളിൽ കയറി സ്ത്രീകളെ പ്രാപിക്കുന്ന ഒരു ഓർക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടാത്ത ചരിത്രത്തിലെ കഥ. അതിനായി കാത്തു നിൽക്കുന്ന നായർ സ്ത്രീ എന്ന ആക്ഷേപ വിളികൾ മാറ്റിക്കിട്ടാൻ ഭൂതകാലത്ത് നടന്ന പോരാട്ടങ്ങൾ അനവധിയാണ്. സുധാകരൻ അതാണ് ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്. ആ ഉപമയിലൂടെ മുല്ലപ്പൂവും ചൂടി തുളസിക്കതിരും വെച്ച് CS സുജാത വോട്ട് പിടിക്കാൻ നടക്കുകയാണ് എന്ന് പറയുന്നത് വെറും പറച്ചിലല്ല. സുധാകരന്റെ ഉള്ളിലെ സ്ത്രീ വിരുദ്ധതയുടെ, ജാതിബോധത്തിന്റെ, ആധിപത്യ ഭാവത്തിന്റെ ഒക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഉള്ളിലുള്ള ഭാവം പുറത്തേക്ക് ഒഴുകി പരക്കുകയാണ്. മറ്റേ സിനിമയിൽ സുരാജ് പറയുന്ന പോലെ ഉള്ളിൽ എന്ത് ഫ്രോഡ് ഒളിപ്പിച്ചു വെച്ചാൽ എപ്പോഴാണ് പുറത്തിയാടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് അയാളിലെ സ്ത്രീ വിരുദ്ധ ചിന്ത കേരളത്തിന് കാണിച്ചു തന്നത്. കായംകുളത്ത് മറ്റൊരു മുസ്ലിം ലീഗ് നേതാവ് പ്രതിഭയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പരിഷ്കൃത രൂപം. ലീഗ് നേതാവ് പറഞ്ഞത് വോട്ട് കൈക്കലാക്കാൻ ശരീരം വിൽക്കാൻ വെച്ചിരിക്കുന്നു എന്നാണ്. സുധാകരൻ UDF-ൽ പോയപ്പോൾ പകർന്നു പിടിച്ച അസുഖമാണോ, അതോ അങ്ങേരുടെ അസുഖം സുധാകരന് പിടിച്ചതാണോ, അതോ മൊത്തത്തിൽ സാംസ്കാരികമായ പകർച്ചപ്പനിയാണോ എന്ന് നമുക്ക് ഏതായാലും അറിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ ഒടുവിൽ സുധാകരൻ തൻ്റെ തനി നിറം പുറത്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ തന്നെ സമുദായത്തിലെ സ്ത്രീകളെ ആക്ഷേപിക്കാൻ ഒരു ഭൂതകാലത്തിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏട് ഓർമ്മിപ്പിക്കുകയാണ് സുധാകരൻ ചെയ്തത്. സുധാകരൻ സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് ഇപ്പോൾ CS സുജാതയോട് കാണിച്ചത്. എന്താണ് സുധാകരന് സംഭവിച്ചത് എന്നുള്ള ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. CPM-ലെ അനുഭവം പറയുന്നതൊക്കെ കേട്ടാൽ മൂപ്പര് പണ്ടേ ഇങ്ങനെ തന്നെ, ഇത് കോൺഗ്രസ്സുകാരുടെ കുഴപ്പമല്ല എന്ന് പോലും തോന്നിപ്പോകും. സംഗതി മൂത്തുപോയപ്പോൾ എന്തായാലും അവർക്കാണ്, UDF-നാണ് പണിയായത്. കവി രാപ്രസാദ് സുധാകരൻ്റെ ഈ മാനസികാവസ്ഥയെപ്പറ്റി ഒരു കവിത തന്നെ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: എല്ലാ ഭ്രാന്തും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിളി പോയ രണ്ടെണ്ണം ഒരേ വാർഡിൽ കണ്ടുമുട്ടിയപ്പോൾ എന്താ തെറി, ഇപ്പോൾ ശരിയായി. എങ്ങനെ ഇവിടെ എത്തി? അധികാരം പോയപ്പോൾ. അയ്യോ, അധികാരം കിട്ടിയപ്പോൾ മറ്റൊരാൾ എത്തി എന്ന് പറയുന്നു. അണ്ണാ, ഫോട്ടോ ഒന്ന് തരുമോ? എന്തിനാ? പേഴ്സിൽ വയ്ക്കാനാ? ദാ രണ്ടെണ്ണം എന്ന് പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത് ഫ്രം ലുനാറ്റിക് വാർഡ് എന്നാണ്. അതായത് ഒരു വാർഡിൽ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളും അധികാരം കിട്ടിയ ഒരാളും തമ്മിൽ കണ്ടുമുട്ടിയതാണ്. ട്രംപും ഒപ്പം സുധാകരന് കണ്ടുമുട്ടി എന്ന സങ്കല്പത്തിലാണ് രാപ്രസാദിന്റെ കവിത. ഇനി ഇതിനോട് ചേർത്ത് വായിക്കാൻ മറ്റൊരു അനുഭവം എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ അനൂപിന്റെ അനുഭവം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: സുധാകരൻ ഞങ്ങളുടെ അയൽദേശക്കാരനാണ്, കുട്ടിക്കാലം മുതൽ കാണാറുള്ള ഒരാൾ. സഖാക്കളായ V കേശവൻ, പെല്ലത്ത് ശ്രീധരൻപിള്ള, മന്തുണ്ടം രാമകൃഷ്ണപിള്ള, K കുട്ടപ്പൻ നായർ, പ്രൊഫസർ പ്രയാർ പ്രഭാകരൻ, സുലൈമാൻ റാവുത്തർ, തങ്കപ്പൻ സാർ എന്നിങ്ങനെയുള്ളവർക്കൊപ്പം പ്രായം കൊണ്ടേറെ ഇളയ ഒരാൾ. അയാൾ അവർക്ക് മുന്നിൽ വിനയാന്യതനായി നിൽക്കുന്ന യുവാവായിരുന്നു. എന്നാൽ അധികാരത്തിൻ്റെ, രാഷ്ട്രീയത്തിലും ഭരണത്തിലും അധികാരത്തിൻ്റെ പടവുകൾ കയറാൻ തുടങ്ങിയതോടെ സുധാകരൻ്റെ ഭാഷ അധികാര ഭാഷയായി മാറി. അത് മനസ്സിലായതോടെ ഒരിക്കൽ പോലും കാണാനോ കണ്ട നേരങ്ങളിൽ ചെന്ന് സംസാരിക്കാനോ തോന്നിയതേയില്ല.
അധികാരം കൊയ്യണം ആദ്യം നാം അതിനുമേലാവട്ടെ പൊന്നാര്യൻ എന്ന ഇടശ്ശേരിയുടെ കവിത വായിച്ചതും അത് പ്രിയ കവിതയായതുമാകാം കാരണം. കേരള സർവകലാശാലയുടെ ചരിത്രം പ്രൊഫസർ എ ശ്രീധരമേനോൻ എഴുതി പൂർത്തിയാക്കിയതാണ്. അതിൽ താൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന കാലത്തെപ്പറ്റി സ്തുതിഗീതമില്ല എന്ന കാരണം പറഞ്ഞ് സുധാകരൻ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം തടഞ്ഞു. അതിനെ ആരും ചോദ്യം ചെയ്തില്ല. EMSഉം VSഉം നായനാരും ഒക്കെയുള്ള കാലമായിരുന്നു അത്. ജനയുഗത്തിലേക്ക് ആദ്യകാല കവിതകളിലൊന്ന് കവി സുധാകരൻ അയച്ചു. അന്ന് വാരാന്ത്യം, ഓണപ്പതിപ്പ് എന്നിവയുടെ ചുമതല എനിക്കായിരുന്നു. പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയച്ചതിന് ശേഷം എഡിറ്ററായിരുന്ന അച്ചുവേട്ടൻ സുധാകരൻ എഴുതിയ കത്ത് ഞാൻ കണ്ടതാണ്. അതേ കവിത ആൾ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ച് പക തീർത്തു. ഇത്രമാത്രം ആത്മവിശ്വാസം സാക്ഷാൽ കുമാരനാശാന് പോലും ഉണ്ടാവില്ല. പലരും പറഞ്ഞ ഫലിത സ്മരണകൾ പലതുമുണ്ടെങ്കിലും സ്ഥലപരിമിതിയാൽ ദീർഘിപ്പിക്കുന്നില്ല. ആലപ്പുഴയുടെ സുവർണ സ്മാരകം തകഴി സ്മാരകം കെടുതി സ്മാരകമാക്കിയതിന് പിന്നിൽ സുധാകരൻ ദേഹത്തിന്റെ ഇടപെടലുണ്ട് എന്നത് നേരല്ലേ. ഞാനും തകഴിയും എന്ന ലൈനെ സുധാകരന് വഴങ്ങും. കഷ്ടമെന്നേ കൊച്ചാട്ട പറയണ്ടു. സുധാകർജിയുടെ അതേ മനോനിലയുള്ള പലരും പല കാലങ്ങളിൽ ഇടതുപക്ഷ വാഹനത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ സഖാവ് MA ബേബി ഒരു കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ CS സുജാതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ G സുധാകരന്റെ മനോനില മനസ്സിലാകും. സുജാതയുടെ രാഷ്ട്രീയ വഴി മറ്റൊന്നാണ്. അവർ മറ്റുള്ളവരോട് സുജന മര്യാദ കാണിക്കുന്നതും അത് സാഹോദര്യമായി മാറ്റുന്നതും വെറുതെയല്ല. അതിനൊരു ഇടതുപക്ഷ മതേതര മനോനില വേണം. സുധാകരൻ ശിഷ്ടകാലം വിലാസിനിയുടെ അവകാശികൾ വായിക്കുന്നതാണ് ബുദ്ധി. തോറ്റാലും ജയിച്ചാലും. ശുദ്ധ കമ്മ്യൂണിസ്റ്റായ V കേശവൻ അനുഭവിച്ച ആത്മസംഘർഷം എന്തായിരുന്നു, അതിന് കാരണക്കാർ ആരൊക്കെയായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ് ഇടയ്ക്കെങ്കിലും. എന്തായാലും തൻ്റെ മനോനില നേരെയാവാൻ മരുന്നിനൊപ്പം അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നതും സുധാകർജിക്ക് നല്ലതാണ് എന്നാണ് C അനൂപ് എഴുതുന്നത്. എന്തായാലും അമ്പലപ്പുഴ പാൽപ്പായസം പോലത്തെ സംഭവം കിട്ടുമെന്ന് കരുതിയാണ് ഈ പ്രായത്തിൽ UDFിലോട്ട് G സുധാകരൻ പോയത്. എന്നിട്ട് സ്വന്തം അനിയനെ കൊന്നവർ എന്ന് ഇത്രകാലം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിനൊപ്പം കൂടി കൊന്നത് ഞാൻ ഇത്രയും കാലം കൂടെ കഴിഞ്ഞവരാണ് എന്ന് ലജ്ജ ഏതുമില്ലാതെ തിരുത്തി പറഞ്ഞു. കാലുമാറ്റവും സ്ഥാനമോഹവും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഏത് പാർട്ടിക്കാരായാലും അവരുടെ പ്രവൃത്തി, അവരുടെ വ്യക്തിത്വത്തിനും തുടർ നിലപാടുകളും കൊണ്ട് അതൊക്കെ അംഗീകരിക്കാനും അവരെ സ്വീകരിക്കാനും മലയാളികൾ ശ്രമിച്ചിട്ടുമുണ്ട്. പലരും അതിൽ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷെ സുധാകരനെ പോലൊരു സംഭവം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അസാധാരണമാണ്. കൂടെ പ്രവർത്തിച്ച സ്ത്രീകളെ അധിക്ഷേപിക്കുക, സ്വന്തം അനിയന്റെ രക്തസാക്ഷിത്വത്തെ അധിക്ഷേപിക്കുക, എങ്ങനെയെങ്കിലും ജയിച്ച MLAയും മന്ത്രിയുമാകണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് എന്ത് എന്ന് സ്വയം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവതാരം. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ താരം സുധാകരനാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിക്കൂടാ എന്നത് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അവതാരം. അതുകൊണ്ട് സുധാകരന്റെ ഈ പോക്ക് കേവലം UDFിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നേരത്തെ C അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ CPIM ആഭ്യന്തരമായി ഒരു കമ്മീഷനെ തന്നെ വെച്ച് പരിശോധിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. CPMൽ ഇത്രകാലം പ്രവർത്തിച്ചിട്ട് മൂപ്പരുടെ വാല്യൂസ്, മൂപ്പരുടെ മൂല്യങ്ങൾ ഇതൊക്കെയാണ് രൂപപ്പെടുത്തി ഈ മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ എന്താണ് അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ള തോന്നൽ പ്രധാനമാണ്. ഇത്തരക്കാർ ഇനിയും ആ പാർട്ടിയിൽ ഉണ്ടാകാൻ ഇടയുള്ള ലക്ഷണമാണ്. സുധാകരനെ പോലെ ഒരു വൻമരം നമ്മുടെ മുന്നിലേക്ക് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുണ്ടോ എന്ന് CPM തിരിച്ചറിയണം. എന്നിട്ട് അതിന് ഇത്ര വൈകുന്നവരെ ഇറങ്ങി പോകുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. നേരത്തെ തന്നെ കൈകാര്യം ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നാട് നീളെ ആ പാർട്ടി ഇങ്ങനെയാണ് എന്ന് അടയാളപ്പെടുത്തുകയും ഒടുവിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭുജിച്ചതിന് ശേഷം പുറത്തു പോയിട്ട് അവിടെയും പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും അവരെയും മോശക്കാരൊക്കെയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇത്തരക്കാരുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ജയിച്ചാലും തോറ്റാലും ഇനി എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട. കാരണം സുധാകരൻ മൂപ്പരുടെ മുൻ നിലപാടുകൾ മാത്രം നോക്കിയാൽ മതി, മനസ്സിലാകും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.